ബഹിരാകാശം താണ്ടുന്ന ആദ്യ മലയാളി, ചരിത്രം കുറിക്കാൻ അനിൽ മേനോൻ. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കാൻ നാസ ശാസ്ത്രജ്ഞനായ ഡോക്ടർ അനിൽ മേനോനും സംഘവും യാത്ര തിരിച്ചു. കസാഖിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോഡ്രോമിൽ നിന്നും സോയൂസ് MS-29 പേടകം വിജയകരമായി വിക്ഷേപിച്ചു. രാത്രി 11:26 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്യും. നാളെ പുലർച്ചെ 1:30 മൂന്നംഗ സംഘം നിലയത്തിലേക്ക് പ്രവേശിക്കും. അടുത്ത വർഷം ഏപ്രിലായിരിക്കും സംഘത്തിന്റെ മടക്കം. Booster ignition now at full throttle and liftoff. Minin, Dubrov and Kikana now on their way to the International Space Station as part of 3.5 കോടി മലയാളികളുടെ അഭിമാനമായി ഇന്ത്യൻ സമയം 8:17 റോസ്കോസ്മോസ് സോയൂസ് MS-29 പേടകം വിജയകരമായി വിക്ഷേപിച്ചത്. പേടകത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറാണ് പാതി മലയാളിയും US പൗരനുമായ അനിൽ മേനോൻ. കസാഖിസ്ഥാനിലെ ബൈക്കനൂരിലുള്ള റഷ്യൻ ബഹിരാകാശ നിലയത്തിൽ നിന്ന് സോയൂസ് 2.1A റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ദുബ്രോവ്, അന്ന കിക്കിന എന്നീ റഷ്യൻ സഞ്ചാരികളും ഒപ്പമുണ്ട്. ഗവേഷണങ്ങൾക്കായി 8 മാസം സംഘം ബഹിരാകാശത്ത് ചെലവിടും. അടുത്ത വർഷം ഏപ്രിലാണ് മൂവരും തിരിച്ചെത്തുക. എക്സ്പെഡീഷൻ 74-75 അംഗങ്ങളായും സേവനമനുഷ്ഠിക്കും. വൈദ്യശാസ്ത്രം, സാങ്കേതികവിദ്യ, ബഹിരാകാശയാത്ര എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിലും മൂവരും ഏർപ്പെടും. ഗുരുത്വാകർഷണമില്ലാത്ത സാഹചര്യത്തിലെ ദീർഘകാല താമസം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് മൂവരും നേതൃത്വം നൽകും. മൈക്രോഗ്രാവിറ്റിയിൽ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നതും പേശികൾ ക്ഷയിക്കുന്നതും എങ്ങനെ തടയാമെന്നതാണ് പ്രധാന ഗവേഷണ വിഷയം. എമർജൻസി മെഡിസിൻ വിഭാഗം ഡോക്ടറും US ബഹിരാകാശ സേനയിൽ കേണൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥനുമാണ് 49-കാരനായ അനിൽ. ഒറ്റപ്പാലം സ്വദേശിയായ ശങ്കരൻ മേനോനാണ് പിതാവ്. അമ്മ യുക്രൈനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ എലിസബത്ത്. സ്പേസ് എക്സ് ജീവനക്കാരിയായ ഭാര്യ അന്ന മേനോനും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. ജെയിംസ്, ഗ്രേസ് എന്നിവരാണ് മക്കൾ. AICC അധ്യക്ഷനായിരുന്ന ഏക മലയാളിയായ ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരക്കുട്ടിയുടെ ചെറുമകൻ കൂടിയാണ് അനിൽ മേനോൻ. ന്യൂസ് ഡെസ്ക്, അമൃത TV.